യൂസഫ് അലി പുതിയൊരു റോൾസ് റോയ്സ് കാർ വാങ്ങിച്ചു. യൂസഫ് അലിക്ക് ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ആരെങ്കിലും യൂസഫ് അലി ഖാനെ നോക്കി കണ്ണു വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കൊന്നുമില്ല പുള്ളിക്കുണ്ടല്ലോ എന്ന് ചിന്തിക്കുമോ? ഇല്ല. കാരണം എന്നാണ് അതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സംഭവമാണ്. പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബിസിനസ്സിൽ ഒരു ഉയർന്ന ആളാണ്. പുള്ളിക്കാരൻ അതൊക്കെ പറ്റുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ മൊത്തത്തിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടും നിങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് വിചാരിക്കുന്ന ആളുകളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് അതേ വാല്യൂ ഒക്കെ ആയതുകൊണ്ടും അവരുടെ ചില നേട്ടങ്ങളിൽ ചില ആളുകൾ അസ്വസ്ഥരാകും. ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാത്ത ആളുകൾ അവർ അസ്വസ്ഥരാകും. ദൃഷ്ടിദോഷം, കണ്ണേറ്, നസർ എന്നീ വേർഡുകളൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ. നമ്മൾ അങ്ങനെയുള്ള കുറേയധികം സ്ട്രെസ്സുകൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയിട്ടുള്ള പല ആളുകളും അവിടെ സ്ഥിരതാമസമാക്കിയാലും ഇല്ലെങ്കിലും കുറച്ച് നാൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് വലിയ സമാധാനത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ആ ഒരു സമാധാനം സമ്മാനിക്കുന്നതിൽ ഇതുപോലുള്ള ഘടകങ്ങൾക്ക് വലിയ പങ്കുണ്ടേ. കാരണം മുറ്റത്തിറങ്ങുന്ന സമയത്ത് അയലോക്കത്തെ ആൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളെ നോക്കി കണ്ണു വയ്ക്കുമോ എന്നുള്ള പേടിയൊന്നും എനിക്ക് തോന്നുന്നില്ല വിദേശത്ത് അധികമായിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യക്കാരൊക്കെ അങ്ങനെ കൂട്ടം കൂടി അയലോക്കമൊക്കെ ആയിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും കൂടോത്രം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കൂടോത്രം ഒരു തൊഴിൽ സാധ്യതയായിട്ട് കണക്കിലെടുത്ത് ഇവിടെയുള്ള കൂടോത്രക്കാരൊന്നും അങ്ങടേക്ക് പോകാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിനിടയിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്, ഈ കൂടോത്രം വെക്കാനായിട്ടുള്ള കൊട്ടേഷൻസ് വളരെ കുറവേ കിട്ടാറുള്ളൂ. ആളുകളുടെ ഒരു പേടി, ആരോ തനിക്കിട്ട് എന്തോ കൂടോത്രം വെച്ചിട്ടുണ്ട് എന്നുള്ള പേടിയിൽ നിന്ന് അത് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻസ് ആണ് പലപ്പോഴും ഈ മന്ത്രവാദികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾക്ക്, കൂടോത്രം ആയി ബന്ധപ്പെട്ട് ജീവിതം കണ്ടെത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള കൊട്ടേഷൻസ് പലപ്പോഴും അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി, ഈ ക്ലയൻസിനെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഏലസോ കൊച്ചു കുപ്പിയോ ഹോമിയോ ഗുളിക കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുട്ടയിൽ പടം വരച്ചതോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് അവർ കാണാതെ അത് അവിടെ തന്നെ നിക്ഷേപിച്ചിട്ട് അവരുടെ മുൻപിൽ വെച്ചിട്ട് അത് എടുത്ത് കാണിക്കും. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് എടുത്തു, ഇനി സമാധാനമായിട്ട് പോവാം. ഇത് കേൾക്കുന്ന ക്ലയൻറ്റിന് തനിക്ക് ആരോ കൂടോത്രം വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഇത് കേട്ട് ഒരു റിലീഫ് കിട്ടുകയും പിന്നീട് മനസ്സമാധാനമായിട്ട് അവൻ ജീവിക്കുകയും ഇയാളുടെ കച്ചവടം ഇങ്ങനെ നിർബാധം തുടരുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം മൊത്തത്തിൽ നിൽക്കുന്നത്. എന്നാലും ദൃഷ്ടിദോഷം ഉണ്ടെന്നേ, ഈ വിള ഉണ്ടെന്നേ എന്നൊക്കെ പറയുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്. ഒരു നോർത്തയുടെ പോസ്റ്റാണ്. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഭർത്താവും കൂടെ ചില്ലറ പരിക്കൊക്കെ പറ്റി ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പറയുകയാണ് ഈവിൾ ഐ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആക്ച്വലി ഇവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഇവരുടെ ലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചതോ വേറൊരു വണ്ടി വന്നതോ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അവർ പറയുന്നത് അവർ കഴിഞ്ഞ ദിവസം വണ്ടി വാങ്ങിച്ച പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്തൊക്കെ കാരണങ്ങളാണല്ലേ. അതിൻ്റെ താഴെ കുറേയധികം ആളുകൾ ഈ വിള ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ സന്തോഷങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങളൊന്നും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? ചില ആളുകളുടെ ദാമ്പത്യ ബന്ധം തകരുന്ന സമയത്ത് അവർ ഒത്തിരിയധികം ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ്, അവരവരുടെ ആ ഒരു അഫെക്ഷൻ റിലേഷൻഷിപ്പ് എക്സിബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ആളുകൾ പറയുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ട ഒരു ആർട്ടിക്കിളാണ്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പങ്കുവയ്ക്കുന്ന ദമ്പതികളുടെ ദാമ്പത്യ ബന്ധമാണ് കൂടുതലായി തകർന്നു കാണുന്നത്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും അവരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ട്രസ്റ്റ് മീ ബ്രോ എന്ന് തന്നെയാണ് അവരും നമ്മളോട് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് പോലും. മേ ബി അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ്, സോഷ്യോളജിക്കലായിട്ടുള്ള റീസൺസ് ഒക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻസെക്യൂർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് പിന്നീട് ഒരു വേർപിരിയലിലേക്ക് മാറുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും അതിലൊന്നും കാര്യമൊന്നുമില്ല. ഈ ഈവിൾ ഐയെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പേടിയാണ്. ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഈവിൾ ഐ ഉണ്ട് അല്ലെങ്കിൽ കൂടോത്രം ആരോ തനിക്കിട്ട് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന എപ്പോഴാണ്? അയാൾക്ക് കോൺഫിഡൻസ് തീരെ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകളിൽ ഏതെങ്കിലും താഴ്ചയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഇറേഴ്സ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയത്ത്, ബിസിനസ്സിൽ തകർന്നിരിക്കുന്ന സമയത്ത്, പരീക്ഷയിൽ തോറ്റിരിക്കുന്ന സമയത്ത്, എന്തൊക്കെയാണെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പേടിയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ആരോ തനിക്ക് എതിരെ കൂടോത്രം വെച്ചതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പേടിയാണ്.
പലപ്പോഴും ഇത് ഈഗോയുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഒരു തോൽവി ഒരിക്കലും തൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തനിക്കൊരിക്കലും തോൽവി സംഭവിക്കാനായിട്ട് സാധ്യതയില്ല, അത് മറ്റൊരാളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിൽ നിന്ന്, ഒരു ചിന്താ വൈകല്യത്തിൽ നിന്നൊക്കെ ആയിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ചിന്തയും വരുന്നത്. ഒരാൾ അറിയാൻ പാടില്ലാത്തൊരു ബിസിനസ് ചെയ്തു, പരാജയപ്പെട്ടതിൻ്റെ റീസണായിട്ട് ഒരു കൂടോത്രമാണ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാഗം ക്ലിയർ ആകും എന്നുള്ളതാണ് അയാളുടെ വികല ബുദ്ധി ചിന്തിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല, അയാൾ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തോൽവി സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്കിനി ഇതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില കാരണങ്ങളെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് പോവാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം എന്താണ്? ഒരു സ്ട്രെസ് എഫക്റ്റ് ഇതിൻ്റെ ഒപ്പമുണ്ട്. മൊത്തത്തിൽ ലൈഫിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാത്ത ഒരാൾക്ക്, ഒപ്റ്റിമിസ്റ്റിക് അല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷങ്ങളോ അല്ലെങ്കിൽ വിജയങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അയാൾ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മന്ദഗതിയിലായിരിക്കും. ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്തെങ്കിൽ മാത്രമാണ് മിക്കവാറും ഉള്ള സമയങ്ങളിൽ വിജയം ഉണ്ടാവുക. താല്പര്യത്തോടെ ചെയ്യണം. എപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളിൽ ടെൻസ്ഡായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ ഏർപ്പെടുന്ന ആൾക്ക് ഒരിക്കലും ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാലും ഈ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു റുട്ടീൻ പരിപാടി ബാക്കിയുള്ള ആളുകളുടെ ഇത് കോപ്പി അടിച്ച് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇവർ വലുതായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് പണിയുക, ലോൺ എടുത്തിട്ടാണെങ്കിൽ ഒരു വീട് പണിയുക, ഒരു കാറ് വാങ്ങുക എന്നീ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ അത് വലുതായി നോക്കി കാണുകയും അതിനെ അസൂയയോടെ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു ആദി ഉണ്ടാവും. എൻ്റെ ഈ ഒരു വിജയത്തിൽ ഒത്തിരിയധികം ആളുകൾ അസ്വസ്ഥരാണ്. വെറുതെ ചിന്തിക്കുന്നതാണ്. ആരും നിങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു സൗഹൃദ വലയം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പം നിങ്ങളുടെ വിജയത്തിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടായി കാണാം. ഇവിടെ നമ്മൾ രണ്ടു കൂട്ടരെ കാണുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് അല്ലാത്ത ഒരു അച്ചീവ്മെൻറ്റ് എങ്ങനെയൊക്കെ ബൈ ചാൻസിൽ കിട്ടിയ ഒരാളും ഇത് കിട്ടാത്ത ഒരാളും ഇതിനെ അസൂയോടെ നോക്കിക്കാണുന്ന ഒരു സൈഡും. ഈ രണ്ടാൾക്കാരുടെ ജീവിതം എന്നും ദുഷ്കരമൊക്കെ തന്നെ ആയിരിക്കും. ഇവരുടെ ഈ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഒരു അച്ചീവ്മെൻറ്റ് നേടിയതിന് ശേഷവും സന്തോഷിക്കാൻ പറ്റാതെ ബാക്കിയുള്ള ആളുകൾ കണ്ണു വെക്കുകയായിരിക്കും, അസൂയപ്പെടുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. ആ ഒരു സ്ട്രെസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് നേടിയ കാര്യത്തിൽ സന്തോഷിക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ജോലിയിൽ ഒരു ഉയർച്ചയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഒരു കാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സന്തോഷത്തോടെ ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും പറ്റത്തില്ല. നിങ്ങൾ അതിൽ മിസ്റ്റേക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം സ്ട്രെസ് അല്ലേ. ഈ സ്ട്രെസ് കയറി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന മിസ്റ്റേക്കുകളും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളും ഒക്കെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈവിളയൊക്കെ ആയിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഒരു കൊച്ചു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ ഒരു പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട്. കുറേയധികം ആളുകളിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഉദ്യോഗ കയറ്റത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് അല്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഈവിൾ ഐയിലൊക്കെ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിന്നീട് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. കുറേയധികം ആളുകളുടെ മുഖം സന്തോഷം ചില ആളുകൾക്ക് ഉണ്ടാവില്ല. അത് അവർക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് കിട്ടിയതിലായിരിക്കില്ല. അവരുടെയൊക്കെ ആ ഒരു മുഖം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. ആ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും. കോർട്ടിസോളിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ അങ്ങോട്ട് കൂടും. അതൊക്കെ അങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. ഉറക്കമൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉറക്കമൊന്നും ശരിയാക്കാതെ കിളി പോയി വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് മേ ബി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് കൂടുതൽ ചില ആളുകൾ ഇങ്ങനെ ദൃഢമായിട്ട് ചിന്തിക്കുന്നത്? രണ്ടാമത്തെ ഒരു സംഗതിയുണ്ട്. ഇത് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയും. എന്താണ് സംഭവം? എന്തോ ഒരു ദുരന്തം സംഭവിക്കാനുണ്ട്, അവർ നോക്കി കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ കണ്ണ് വെച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തോ ഒരു ദുരന്തം സംഭവിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഈവിളയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ കാണുമെന്നേ. എനിക്ക് ഇന്നലെ വരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുടെ ആളുകളുടെയൊക്കെ മൈൻഡിൽ ഓൾറെഡി ഈ സാധനം ഉണ്ടെന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ എന്തോ ഒരു അപകടം സംഭവിക്കാനുണ്ട് എന്നുള്ളൊരു മൂഡിലായിരിക്കും പിന്നീട് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ പോലും വലിയൊരു സംഭവമായിട്ട് നമ്മൾ ചിന്തിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാതെ അങ്ങോട്ട് മാറ്റും. അതിനിടയിൽ നിങ്ങൾക്കുണ്ടാവുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയിലെ സ്ക്രാച്ചോ, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു സാധനത്തിന് കേടുവരികയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് പിണങ്ങേണ്ടി വരികയോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വലിയൊരു സംഭവമായിട്ട് ചിന്തിക്കും. അങ്ങനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യാനായിട്ട് ശേഷിയുള്ളൊരു ബ്രെയിനുള്ള ആളുകളാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം അത് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇത് സോഷ്യൽ പ്രഷർ എഫക്റ്റ്.
ഇത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും കൂടെ ആൾട്ടർ ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ളൊരു വേർഷനെ ഞാൻ പറയാം. കാരണം ഈ ഒരു പോയിന്റിനെക്കാട്ടിലും എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ്. യൂസഫ് അലി പുതിയൊരു റോൾസ് റോയ്സ് കാർ വാങ്ങിച്ചു. യൂസഫ് അലിക്ക് ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ആരെങ്കിലും യൂസഫ് അലി ഖാനെ നോക്കി കണ്ണു വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കൊന്നുമില്ല പുള്ളിക്കുണ്ടല്ലോ എന്ന് ചിന്തിക്കുമോ? ഇല്ല. കാരണം എന്നാണ് അതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സംഭവമാണ്. പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബിസിനസ്സിൽ ഒരു ഉയർന്ന ആളാണ്, പുള്ളിക്കാരൻ അതൊക്കെ പറ്റുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ മൊത്തത്തിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടും നിങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് വിചാരിക്കുന്ന ആളുകളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് അതേ വാല്യൂ ഒക്കെ ആയതുകൊണ്ടും അവരുടെ ചില നേട്ടങ്ങളിൽ ചില ആളുകൾ അസ്വസ്ഥരാകും. ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാത്ത ആളുകൾ അവർ അസ്വസ്ഥരാകും. ആ ഒരു അസ്വസ്ഥത ഈ ഒരു നേട്ടം ഞാൻ പറഞ്ഞല്ലോ, അവർ കഷ്ടപ്പെട്ടിട്ട് അവരുടെ എഫേർട്ട് കൊണ്ടൊന്നും ആയിരിക്കില്ല മിക്കവാറും ഉള്ള സമയങ്ങളിൽ ആ ഒരു നേട്ടം ഉണ്ടാക്കുന്നത്. ആ ഒരു നേട്ടം ഉണ്ടാക്കുന്ന ആൾക്കും അതുമായി ബന്ധപ്പെട്ട ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ ചില ആളുകൾ വലിയൊരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുന്നു, വിദേശത്തേക്ക് പോയിട്ട് പെട്ടെന്ന് ധനവാനായി മാറുന്നു എന്നൊക്കെയുള്ളൊരു പ്രതീതിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു തകർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ ആളുകൾ പറയും, കണ്ടില്ലേ വലിയ ഷോ ഓഫ് ഒക്കെ ആയിരുന്നല്ലോ, ദൃഷ്ടിദോഷം തന്നെ, എങ്ങനെ നടന്ന പയ്യനാണ്, എങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ദൃഷ്ടിദോഷത്തിൻ്റെ കാര്യങ്ങളും പരിപാടിയൊന്നുമില്ല. മെയിനായിട്ടുള്ളൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പെട്ടെന്ന് റിച്ച് ആവുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള പണമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു വശം ഉണ്ടായിരിക്കില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചതാണ്. അതിൽ എത്രത്തോളം ദൃഷ്ടിദോഷത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് മാസം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. നല്ലൊരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നല്ല ശമ്പളത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ പണ്ടൊരു സാധാരണ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്, നിങ്ങളിപ്പോഴും ആ ഒരു സാധാരണ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു 2018-19 ആകുമ്പോഴത്തേക്ക് ആ ഒരു സമയത്താണെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടില്ലേ, ഒരു വീട് അങ്ങോട്ട് വെച്ച് കളയാം, ഇത്ര ശമ്പളം വരുന്നുണ്ടല്ലോ, ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ EMI അടച്ചാൽ മതിയല്ലോ, തനിക്ക് ഇത്ര വരുമാനം ഉണ്ടല്ലോ. ഉറപ്പായിട്ടും അയാൾ ഒരു വലിയ വീടെന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയൊക്കെ മാസം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടാവും. ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ 12 സെൻറ്റോ അല്ലെങ്കിൽ 20 സെൻറ്റോ വാങ്ങിയിട്ട് വീട് വെക്കാനായിട്ട് ഇത്ര ശമ്പളം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു ഫോർച്യൂണർ കാറ് വാങ്ങാം. കാരണം അതിനും ഈ ഒരു 50,000 രൂപയൊക്കെ EMI വരുന്നുള്ളൂ. 10-30 ലക്ഷം രൂപയാണ്, 7-8 വർഷമൊക്കെ നമുക്ക് ലോണ് കാലയളവ് കിട്ടും. കമ്പനിയിലെ നല്ല പൊസിഷനിൽ വളരെ വിശ്വാസത്തോടെ പോവുകയാണ്, കമ്പനി നല്ല സെറ്റപ്പിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പല ആളുകളും ചെയ്യുന്ന നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴായിരിക്കും കോവിഡ് വരുന്നത്. കോവിഡ് വരുമ്പോൾ ഈ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ നേരിട്ട് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആളുകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുടെ ശമ്പളം കിട്ടാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് വളരെ താഴെ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ 2 വർഷത്തെ ഒരു ലോക്ക്ഡൗൺ ചിലപ്പോൾ അയാളുടെ വീടും കാറും ഒക്കെ ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈവിൾ ഐ ആണോ? ഏതെങ്കിലും ഒരാളുടെ ഈവിൾ ഐ കൊണ്ട് ലോകം മുഴുവൻ കോവിഡ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടോ? ഇങ്ങനെയുള്ള കുറേയധികം മിസ്റ്റേക്കുകളുണ്ട്. സാധാരണക്കാർ സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. വരുമാനം ഇങ്ങനെ കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ, 1-2 വർഷമായിട്ട് വരുന്നുണ്ട്, എന്ത് പേടിക്കാൻ, വന്നുകൊണ്ടിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഓരോ കാര്യങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് ചെയ്യും. എന്നാൽ ഈ ലോൺ എടുത്തിട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് നമ്മളുടെ വീട്, നമുക്ക് ഇങ്ങോട്ട് വരുമാനം ഒന്നും തരാത്ത നമ്മളൊരു വീടോ കാറോ വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസ്കിനെ കുറിച്ചിട്ട് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നില്ല. കാരണം അവൻ അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ലിറ്ററസി ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെൽത്ത് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിച്ച് പൊസിഷനിലേക്ക് പെട്ടെന്ന് എൻട്രി ആയിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ കാണിക്കുന്ന സമയത്ത് താഴെ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതിലും ഈ വിളയുടെ ഒന്നും പ്രത്യേകിച്ചുള്ള പങ്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ആർക്കാണോ ഉണ്ടായത് അവർ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്നാലും കുറേയധികം ആളുകൾക്ക് ഇതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്കറിയാം. വിശ്വസിച്ചോളുക, അതൊക്കെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. ആരെങ്കിലും ഒരാൾ നിങ്ങളെ അസൂയോടെ നോക്കിക്കാണുന്നു, അവർ നിങ്ങൾക്കെതിരെ കൂടോത്രം വെച്ചിരിക്കുന്നു, അവർക്ക് എൻ്റെ ഉയർച്ച പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്തിൽ എന്തെങ്കിലും ഒരു അഡീഷനോ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ വീണ്ടും വീണ്ടും പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷനായിട്ട് മാത്രമേ അത് മാറത്തുള്ളൂ.
പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാത്ത ഒരാൾ അയാളുടെ ഒരു ജലസി കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു എൻവി കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചിട്ട് ഗോസിപ്പൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളിലുമൊക്കെ ഇടിവ് വരാനായിട്ടും നിങ്ങളുടെ ജോലിയിലെ പ്രശ്നങ്ങൾ ബാധിക്കാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിന് കണ്ടുകൂടാത്ത ഈ അസൂയുള്ള ആളുകൾക്ക് ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഈവിളയും അല്ലെങ്കിൽ കൂടോത്രം ബാക്കിയുള്ള സംഗതികളൊക്കെ. ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരമുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ് എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ. തോൽവി അംഗീകരിക്കാൻ മടിയുള്ള ആളുകളാണല്ലോ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. ഒരു ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് മടി, എന്തെങ്കിലുമൊക്കെ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് മടി. അപ്പോൾ ബാക്കി ഒരു അദൃശ്യ ശക്തി തനിക്കെതിരെ എന്തോ ചെയ്തു എന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ. വളരെ ഈസി ആയിട്ട് ചില ആളുകൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് ഈ ദൈവവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും. ദൈവവിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ഉള്ള വേർതിരിവിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ബുദ്ധിയുള്ള ആളുകൾക്കറിയാം ഈ വിശ്വാസങ്ങളിൽ ദൈവവിശ്വാസം, അന്ധവിശ്വാസം, ദൈവവിശ്വാസം എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.